നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെ ഉത്തരേന്ത്യ മൊത്തത്തിൽ ക്ലീനായി. ഗുജറാത്തും യുപിയുമൊക്കെ 2014 മുന്നേ എങ്ങനെയായിരുന്നോ, പക്ഷേ നരേന്ദ്രമോദിയുടെ കയ്യിലെത്തിയതോടെ അവിടെ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള ആക്രമണവുമില്ല. യുപിയിലാണെങ്കിൽ ഇപ്പോൾ ഗുണ്ടകൾ യോഗിയെ പേടിച്ച് ആ എല്ലാ പണികളും മാറ്റി ഇപ്പോൾ യുപിയും ക്ലീനായി. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഒരു നാഥനില്ലാ കളരിയായി ആഭ്യന്തര വകുപ്പ് മാറുന്നു. ഓരോ ദിവസവും വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ യുവാക്കളുടെ ഇടയിൽ, അതായത് 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വരെ വലിയ രീതിയിൽ ഓടി നടന്ന് കൊല ചെയ്യുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതുവരെയായിട്ട് ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല. നാഥനില്ലാ കളരിയായി ആഭ്യന്തര വകുപ്പും പോലീസുകാരും മാറുമ്പോൾ ഇനി കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന ചോദ്യമാണ് നവമാധ്യമങ്ങളടക്കം ജനങ്ങളടക്കം ഉയർത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പോലീസുകാർക്ക് വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ പോലുമില്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തണമെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയോ ഒരു രീതിയിലുമുള്ള ഒരു തയ്യാറെടുപ്പ് പോലീസിന് പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരു പ്രതിയെ പിടിച്ചാലും തന്നെ, ഇപ്പം കണ്ണൂരിൽ അറിയാം, ഒരു ഉത്സവത്തിന് ഒരു CPM പ്രവർത്തകൻ കയറി പോലീസിനെ ആക്രമിച്ചപ്പോൾ അവനെ പിടിച്ച് കസ്റ്റഡിയിലിട്ടപ്പോൾ സ്റ്റേഷനിൽ കയറിയാണ് 25ഓളം CPM പ്രവർത്തകർ സ്റ്റേഷനിൽ കയറി ആ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കേരളം ഏത് രീതിയിലേക്ക് മാറുന്നു? പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുമുള്ള ഒരു നിയമം എടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ലേ? തീർച്ചയായും ഗൂഗിൾ, അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സത്യം. കേരളത്തിലെ പോലീസുകാർ നോക്കുകുത്തികളായി മാറുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സത്യമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അത് തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓരോ ദിവസവും പുതിയ സംഭവങ്ങളാണ്. ഓരോ ദിവസത്തെയും നേരം പുലരുമ്പോൾ ഇന്നൊന്നും സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ടാണ് എല്ലാവരും ഇപ്പോൾ എണീക്കുന്നത്. കാര്യം നമ്മൾ ഇതിനു മുമ്പൊന്നും കേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളാണ്. പ്രത്യേകിച്ചും ഈ 2025 ജനുവരിയിൽ തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ കേൾവിയില്ലാത്ത ഒട്ടനവധി സംഭവങ്ങളാണ് കേരളത്തിൽ അരങ്ങേറിയത്. എന്തിനോ ഏതിനെന്നോ കാരണമില്ലാതെ വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് പോലും മനുഷ്യക്കുരുതിയിലേക്ക് എത്തിച്ച വലിയ വലിയ പാതകങ്ങളാണ് കേരളത്തിൽ ഉടനീളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ ഇതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ, ആമുഖത്തിൽ പറഞ്ഞതുപോലെ, ഒരു 2 പതിറ്റാണ്ട് മുമ്പ് വരെ നോർത്ത് ഇന്ത്യയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഇപ്പോഴും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: അക്ഷരാഭ്യാസം ഇല്ലാത്തവരുടെ നാടാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല, വിവരമില്ലാത്തവരുടെ നാടാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. സാക്ഷര കേരളം എന്ന് തന്നെയാണ് കേരളത്തെ അറിയപ്പെടുന്നത്. ആ സാക്ഷരത, ഇവിടുത്തെ ഒരു പ്രബുദ്ധത എല്ലാ കാലവും, എല്ലാ കൊല്ലവും, എല്ലാ പ്രാവശ്യവും ആവർത്തിച്ച് പറയാറുമുണ്ട്: പ്രബുദ്ധരായ ജനങ്ങളുടെ നാടാണ് കേരളമെന്ന്. അങ്ങനെയുള്ള കേരളത്തിലാണ് ഇപ്പോൾ മനസ്സാക്ഷിയില്ലാത്ത ക്രൂരതകൾ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനുവരിയിൽ തന്നെ മനുഷ്യ മനസ്സിനെ നോവിച്ച, അല്ലെങ്കിൽ നമ്മയൊക്കെ നടുക്കിയ എത്ര ദുരന്തങ്ങളാണ് ജനുവരി തുടങ്ങി ഫെബ്രുവരി തീർന്നത്. ഇന്ന് മാർച്ച് 1 ആകുന്നു. അടുത്ത 3-ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നും ഉണ്ടായിരിക്കുന്നു അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലുമായി. അതും ഏറ്റവും കൂടുതൽ ഇതിൽ പെടുന്നതുമെല്ലാം യുവാക്കളാണ്. കാര്യം നാളെയുടെ തലമുറ, അല്ലെങ്കിൽ ഭാരതത്തെ നാളെ നയിക്കേണ്ട യുവകരങ്ങൾ, അവർ പക്ഷേ ഇന്ന് കഞ്ചാവിൻ്റെയും ലഹരിയുടെയും ഒക്കെ അടിമപ്പെട്ട് വലിയ വലിയ കൊടും പാതകങ്ങളിലേക്ക് ചെന്നെത്തുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം പിടിച്ചാൽ കിട്ടുന്ന രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഒരു എക്സാജറേഷനും ഇല്ലാതെ, ഒരു അതിശയോക്തിയും ഇല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ, കേരളത്തിലെ സ്വൈര ജീവിതം ഏറെക്കുറെ നഷ്ടമായിരിക്കുന്നു. കേരളം സമാധാനപരമായ ഒരു സംസ്ഥാനം എന്നുള്ളൊരു ലേവലൊക്കെ പണ്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരു പരസ്യവാചകത്തിനപ്പുറം അതൊന്നുമല്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അത് ഒന്നുകൂടി അതിനേക്കാൾ വളരെ ക്രൂരമായ രീതിയിലേക്ക്, അല്ലെങ്കിൽ വളരെ ശോച്യമായ അവസ്ഥയിലേക്ക് കേരളം ദിനം പ്രതി പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഈ അഫ്നാൻ്റെ, വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം നടത്തിയ അഫ്നാൻ ഇന്നലെ താമരശ്ശേരിയിൽ സ്കൂൾ കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മരിച്ച ഷബ്നാസും ഒക്കെ എത്തി നിൽക്കുന്നത് അവിടെയാണ്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാന വാർത്ത, ഒരു ഫെയർവെല്ലുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ പാർട്ടിക്ക് 4 കുട്ടികൾ സ്കൂളിന്റെ പുറകുവശത്തിരുന്നിട്ട് കഞ്ചാവ് വലിക്കുകയാണ്. ഒരു കഞ്ചാവിന് 500 രൂപ എന്നത്. ഒരു കാസർഗോഡ് പ്രതിയെ പോലീസ്, കർണാടക സ്വദേശി KK സമീർ
അദ്ദേഹം പിടിയിലായിട്ടുണ്ട് അതായത് ഇന്നലെ. ഒറ്റ ഫോൺ കോളിൽ അതെ. എവിടെ നിന്നോ കഞ്ചാവ് പറന്നെത്തുന്നുണ്ട്. ഉം. പക്ഷെ അത് പോലീസിനും എക്സൈസിനും പിടിക്കാൻ പറ്റും. അല്ല, അതാണ് ഈ കോവിഡ് കഴിഞ്ഞ കണക്ക് കേരളത്തിലെ ഒരു വലിയ ലഹരി മയക്കുമരുന്ന് ഒരു വലിയ ഹബ്ബായി കേരളം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊച്ചി പിടിക്കെട്ടാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഈ ബാംഗ്ലൂർ മോഡലുള്ള പബ്ബുകളും മറ്റുമൊക്കെ രഹസ്യമായൊക്കെ ഇപ്പോൾ കൊച്ചിയിൽ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം. പ്രത്യേകിച്ചും ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്ന വേളയിലൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് നടക്കുന്നത്. സമീപ ഭാവിയിൽ തന്നെ ഈ ബാംഗ്ലൂരിലുള്ള അതേ ഒരു അവസ്ഥയിലേക്ക് കൊച്ചി മാറും കൊച്ചി ബാംഗ്ലൂരിന് സമാനമായി തന്നെ ഹൈടെക് സിറ്റിയായി മാറി എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ആ ബാംഗ്ലൂരിൻ്റെ കൊള്ളരുതായ്മകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇങ്ങോട്ടേക്കും പറിച്ചു നടപ്പെടുകയാണ് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഈ ഓരോ ദിവസത്തെയും സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. കൊച്ചി മാത്രമല്ല, ഇപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കേരളത്തിൻ്റെ നഗരങ്ങളും ഗ്രാമങ്ങളുമെല്ലാം ഈ ലഹരിയുടെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വലിയ മാഫിയകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിയുന്നത്. പോലീസ് ഒരു പരിധിവരെ ഇതിന് തടയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പൂർണ്ണമായും ആയുധം അവരുടെ കയ്യിലല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എവിടെയൊക്കെ എത്തുമ്പോൾ അവർക്ക് മുന്നിലും ചില ബാരിക്കേഡുകൾ ഉണ്ടാകുന്നു, ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അതിനെ മറികടന്നു പോകാൻ പോലീസിനുമാകുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. അതുമാത്രമല്ല, പോലീസിൻ്റെ ഉള്ളിൽ നിന്ന് പോലും വിവരങ്ങൾ ചോരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഈ ലഹരിക്കടത്ത് സംഘത്തെയൊക്കെ നിയന്ത്രിക്കേണ്ടത് എക്സൈസ് സംഘമാണ്. അത്തരത്തിൽ എക്സൈസ് സംഘം അതിനുവേണ്ടി വലവരിക്കുമ്പോൾ പോലീസിനുള്ളിൽ നിന്ന് തന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഡ്രൈവർമാർക്ക് കോഡ് വാക്കുകളായി നീലപ്പാമ്പെന്നും വേറെന്താ നമ്പർ 1 MVDക്ക് നമ്പർ 1 എന്നും ഒക്കെയുള്ള കോഡുകൾ പരക്കുന്ന വാർത്തകളും നമ്മൾ ഇന്ന് കണ്ടതാണ്. അങ്ങനെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ വാർത്തകൾക്കല്ല ഇപ്പോൾ കേരളത്തിൽ പ്രാധാന്യം. നമ്മൾ ആദ്യത്തെ ഒരു 10 തലക്കെട്ട്, ഒരു ദിവസത്തെ ചാനൽ വാർത്തകളുടെ ആദ്യത്തെ 10 തലക്കെട്ട് എടുത്തു കഴിഞ്ഞാൽ 5 എണ്ണവും കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളുടെയോ ഒക്കെ വാർത്തകളാണ്. അതിന് ഒരു പരിധിവരെ അല്ല, അതിൻ്റെ പൂർണ്ണമായ കാരണം ഈ രാസലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു എന്നത് തന്നെ. ഇതിനെ ആര് എതിർത്താലും ഞങ്ങൾ ശക്തമായി പറയുന്നു, കേരളം രാസലഹരിയുടെ ഹബ്ബായി മാറിയിരിക്കുന്നു. കേരളത്തിൽ ലഹരി പദാർത്ഥം എവിടെയും എപ്പോഴും എങ്ങനെയും സുലഭമായി ലഭിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. അതിൽ ഗവൺമെൻറ്റിൻ്റെ പങ്ക് ഒരിക്കലും മാറ്റി നിർത്താനാവില്ല. കാര്യം ഇത്തരത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു സൂചനകൾ വളരെ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അപ്പോഴൊക്കെ പലപ്പോഴായിട്ട് ഇതിനെ തടയിടാമായിരുന്നെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഗവൺമെൻറ് അതിനെയൊക്കെ അവഗണിച്ചു. മാത്രമല്ല, നേരത്തെ ഗോകുൽ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ്, ഇപ്പോൾ ഒരു ഉത്സവപ്പറമ്പിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. പ്രതിയായി പിടിക്കപ്പെട്ട ആളിനെ ലോക്കപ്പിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലേക്ക് മാറ്റുക എന്നുള്ളത് അവിടുത്തെ പ്രാദേശികമായ പോലീസ് സ്റ്റേഷൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനകത്ത് ചെന്ന് ആ പ്രതിയെ ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാര്യം ഭരണപക്ഷത്തിരിക്കുന്നത് ഞങ്ങളുടെ ആൾക്കാരാണ്, അതുകൊണ്ട് ഇവിടെ എന്ത് തോന്നിവാസവും നടക്കും എന്നുള്ള ഒരു ധാർഷ്ട്യം അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഓരോ ക്രിമിനലുകളും ഇവിടെ ദിനം പ്രതി തല പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കും എന്തുമാകാം. കാര്യം ഇവിടെ മാതൃകാപരമായ ഒരു ശിക്ഷ എന്ന് പറയുന്ന തരത്തിൽ ഒന്നും ഇവിടെ ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു പ്രതിയെ പിടിക്കുന്നു, അല്ലെങ്കിൽ അയാളെ കോടതിയിൽ കൊണ്ടുപോയി എന്തെങ്കിലും തരത്തിലൊരു ശിക്ഷ കിട്ടിയാൽ തന്നെ മാക്സിമം ഒരു ജീവപര്യന്തം. ഇപ്പോൾ ഗ്രീഷ്മയുടെ ഒക്കെ കേസിൽ ഇപ്പോൾ വധശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് സുഖമായി ഊരിപ്പോരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിപ്പോ പാർട്ടി പ്രതികളാണെങ്കിൽ ഇപ്പം TP ചന്ദ്രശേഖർ വധ കേസ് നമുക്ക് ഒരു എക്സാമ്പിൾ ആണ്. എത്ര വർഷം പരോൾ ഇറങ്ങി നിൽക്കുന്നു. ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ചെങ്ങന്നൂരിലെ ഷെറിനെ VIP-കളുടെ പരിഗണനയിലാണ് ഷെറിൻ എന്നും കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷെറിൻ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അവരുടെ സഹതടവുകാരിയെ മർദ്ദിച്ചു എന്നുള്ളൊരു പരാതിയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നത്. അവർക്ക് ഏതാണ്ട് ഇളവ് കിട്ടാറായി നിന്ന സമയമാണ്. ഇനി അത് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇത്തരത്തിലാണ് ഇവിടെ ആർക്കും എന്തും ചെയ്യാം, എന്നാലും മാതൃകാപരമായ ഒരു ശിക്ഷയില്ല. നേരെ മറിച്ച് യു പി സർക്കാരിനെയൊക്കെ ഒരുപാട് പേർ വിമർശിച്ചു. അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ? മനുഷ്യത്വ രഹിതമായ പ്രവർത്തനമാണ് JCB കൊണ്ടുവന്ന് വീടിടിച്ച് നടത്തുന്നത്, അല്ലെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിന് നിരക്കുന്ന കാര്യമല്ല. അതൊക്കെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണെന്നൊക്കെ ഘോരഘോരം ബാധിച്ച മനുഷ്യ പ്രവർത്തകരുണ്ട് ഇവിടെ. പക്ഷെ അവരോടൊക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് UP ഇന്ന് ഒരു പരിധി വരെ ക്ലീൻ ആയത്? ലോകം കണ്ട ഏറ്റവും വലിയ കാർണിവലിന് വേദിയായത് ഇപ്പോൾ അവിടെയാണ്. മഹാകുംഭമേള കഴിഞ്ഞേ ഉള്ളൂ. മഹാകുംഭമേള കഴിഞ്ഞ് മണിക്കൂറുകളാകുന്നേ ഉള്ളൂ. ഒരു അനിഷ്ട സംഭവം പോലും റിപ്പോർട്ട് ചെയ്തതാണ് ഇത്രയും വലിയ ഒരു കാർണിവൽ അവിടെ നടത്താനായത്. അങ്ങനെ നടത്താനായത് അവിടെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നേരിട്ട് ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങുന്നത്. അതെ, അങ്ങനെ ഒരു രീതിയിലേക്ക് അവിടെ കാര്യങ്ങൾ ചെന്ന് നിർത്തി. നീ പറഞ്ഞതുപോലെ
JCB അങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഷൂട്ടർ സൈറ്റ് എന്നൊരു സാധനങ്ങളിലേക്ക് വരും. അല്ല, ഈ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ വിപ്ലവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, കൊല, ഇതൊക്കെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരുന്നത് നോർത്ത് ഇന്ത്യയിൽ തന്നെയാണ്, സമ്മതിക്കുന്നു. പഞ്ചാബ്, ഗുജറാത്ത്, UP, കാശ്മീർ ഒക്കെ ഒരു കാലത്ത് അശാന്തി പടർത്തിയ സംസ്ഥാനങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അവിടുത്തെ സ്ഥിതി ഏറെ മാറിയിരിക്കുന്നു. അവിടെ ഇന്ന് ശാന്തിയുടെ വലിയ ഭൂമിയായി മാറിയിരിക്കുകയാണ്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ഭൂമി എന്ന് നമ്മൾ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അതിനുവേണ്ടിയുള്ള പരസ്യങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടാണ് ഇപ്പോൾ ഏറ്റവും വലിയ അശാന്തിയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാട്ടിലെ മൃഗങ്ങൾക്കും നാട്ടിലെ മനുഷ്യർക്കും എല്ലാം ഒരുപോലെ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. ഇനി നാളെ എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും മുന്നിലുള്ളത്. ഇനിയുള്ള അടുത്ത സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഒരു വീട്ടിലെ ഒരംഗം മറ്റുള്ള എല്ലാവരെയും വെട്ടിക്കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. ഒരു ബെഞ്ചിൽ സുഹൃത്തുക്കളെ പോലെ ഇരുന്ന് പഠിച്ചവർ തമ്മിൽ പരസ്പരം അടികൂടി അതിലൊരുത്തൻ്റെ തലയടിച്ചു പൊടിച്ച് അവനെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. സ്വന്തം വീട്ടിലെ സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട് മറ്റൊരു ആള് ജയിലിലേക്ക് പോകുന്നു. അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന് ആരാണ് ഉത്തരം നൽകുക? ഇത് ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും നാളിതുവരെ ഇതിനെതിരെ ഈ ലഹരി മരുന്നിൻ്റെ എന്തോ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചടങ്ങിൽ, പൊതുചടങ്ങിൽ ഒരു പ്രസ്താവന നടത്തി ലഹരി ഉപയോഗം തടയാനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് പറഞ്ഞതല്ലാതെ ശക്തമായ ഇച്ഛാശക്തിയുള്ള ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അല്ല, രാഷ്ട്രീയപരമായിട്ടൊക്കെ വലിയ വാഗ്വാദങ്ങൾ ഉയർത്തുന്ന ആളാണ്. വേണ്ട പത്രക്കാരെ പോലും മുഖമടച്ച് ഗെറ്റ് ഔട്ട് അടിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അത് എല്ലാ വർഷവും പറയുന്നുണ്ട്. എന്നിട്ട് ഈ ലഹരി ദിനത്തില് ഒരു സത്യം പറഞ്ഞ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുന്നു. അത് ഒരു 5 മിനിറ്റ് അവിടെ. അങ്ങനെ ഈ പറഞ്ഞ ഇരട്ടച്ചങ്കുള്ള ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ എന്തുകൊണ്ട് തന്റെ സംസ്ഥാനമാണ്, അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനമാണ്, ഇത് മറ്റൊരു സംസ്ഥാനമല്ല, അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള അദ്ദേഹം ഭരിക്കുന്ന, അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണ് ഇത്തരം അശാന്തി പടർന്ന് പന്തലിച്ച് മുറ്റത്ത് വന്ന് നിൽക്കുമ്പോഴും അദ്ദേഹം കൈയും കെട്ടി മിണ്ടാതിരിക്കുന്നത്. ഇനിയെങ്കിലും ആ മൗനം ഭഞ്ജിക്കാനുള്ള സമയമായി മുഖ്യമന്ത്രി എന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ കേരളം പോകുന്നത് വലിയ ഒരു വിപത്തിലേക്കെന്നല്ല, കേരളത്തിൻ്റെ കൊടും നാശത്തിലേക്കാണ് കേരളം ഓരോ ദിവസവും ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇപ്പോൾ കേട്ടതൊന്നും ആയിരിക്കില്ല ഇനി കേൾക്കാൻ പോകുന്നത്. ഇതിനും അപ്പുറം നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി കേൾക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ ആഭ്യന്തരമായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ മാത്രമല്ല, പുറത്തുനിന്നുള്ള ക്രിമിനലുകൾക്ക് വന്ന് തമ്പടിക്കാനുള്ള അവരുടെ ഒരു ഹൈഡ് ഔട്ട് പ്ലേസ് കൂടിയായി കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളതും ഇന്റലിജൻസ് ബ്യൂറോ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത തന്നെ, അല്ല, നിരവധി ബംഗ്ലാദേശികൾ, ഇപ്പോ ഒരു രേഖയുമില്ലാത്ത ബംഗാളിൽ നിന്ന് പലായനം ചെയ്തു വരുന്ന ഒരുപാട് പേർ അഭയം കണ്ടെത്തുന്നത് കേരളത്തിലാണ്. കൊച്ചിയിൽ തന്നെ, ആസാമിലോ എവിടെ നിന്ന് 2 അന്യമതത്തിലുള്ള പിടിയിലായിട്ടുണ്ട്. കല്യാണം കഴിച്ചവർ കൊച്ചിയിൽ വന്ന് താമസിച്ചു. അവർക്ക് അഭയം കൊടുക്കുന്നത് അവിടുത്തെ DYFI. അവസാനം ഹൈക്കോടതിയിൽ പോയി, കോടതി പറഞ്ഞു ഓക്കെ കൊച്ചിയിൽ താമസിച്ചോ. അപ്പം കൊച്ചി വന്ന് ആർക്കും എപ്പോ എവിടെ വേണമെങ്കിലും കൊച്ചി വന്ന് ഒളിവിൽ താമസിക്കാനുള്ള ഒരു സ്ഥലമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഈ പറഞ്ഞതുപോലെ കൊച്ചി എന്ന് പറയുന്നത് വലിയൊരു ഹബ്ബായി മാറുകയാണ്. നമ്മൾ വിചാരിച്ചതിനും അപ്പുറം ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു നഗരമായി കൊച്ചി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിശയുടെ തന്നെ ക്രൈം ഇതിലുണ്ട്. അവരുടെ തന്നെ ഏറ്റവും വലിയ കണ്ടെത്തും കൊച്ചിയാണ് ഏറ്റവും കൂടുതൽ വൻ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ രാത്രി ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് പബ്ബിൽ ചെന്ന് ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അവിടെയും ലഹരി ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. അദ്ദേഹം എഴുതിയിരുന്നത് തമാശക്കാണെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണ്, സമൂഹത്തിന് വിപത്താണ്. പക്ഷേ മദ്യപാനം ഇത്രത്തോളം കുഴപ്പം ചെയ്യുന്നില്ല. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എത്ര അമിതമായി മദ്യപിച്ചു കഴിഞ്ഞാലും ആ മദ്യം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ അവസാനം അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. അതോടുകൂടി അയാളുടെ അന്നത്തെ ആ ഒരു ബോധം അവിടെ തീർന്നു. പക്ഷെ രാസലഹരിയുടെ ഉപയോഗം അങ്ങനെയല്ല. ഉറങ്ങുന്നവനെ ഉണർത്തുന്നതാണ് രാസലഹരി. അപ്പോൾ അത് കഴിക്കുന്നവന് അവൻ ആ നിമിഷം ഇപ്പോൾ വെറുതെ വഴി കൂടി നടന്നു പോകുന്ന ഒരാളിനെ ആയിരിക്കും തലക്കടിച്ച് കൊല്ലുന്നത്. പ്രത്യേകിച്ച് പ്രകോപനമൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് വെളിയിലിറങ്ങി പുറത്തിറങ്ങി റോഡിലൂടെ നടന്നു പോകാൻ പോലും ഭയപ്പെടേണ്ട ഒരു കാലമാണ് ഇനി സംജാതമാകാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഭയപ്പെടേണ്ടി വരും. മനസമാധാനത്തോടു കൂടി അവരെ സ്കൂളിൽ അയച്ചിട്ട് തിരിച്ചു വരുന്നത് വരെ ആധിയോടെ അച്ഛനമ്മമാർക്ക് വീട്ടിലിരിക്കേണ്ടി വരും. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എങ്ങനെ കുട്ടികളെ ഇനി സ്കൂളിലേക്ക് വിടും? ടീച്ചർമാരെ പേടിച്ചാണ്ടിരിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ ഇവരിന്റെ കസേര മാറി തലക്കടിക്കൂ. അതെ, അങ്ങനെ. കാരണം 2 ദിവസത്തിന് മുമ്പാണ് ഒരു അധ്യാപകന് നേരെ
അല്ല, കൊലവിളി പ്രസംഗം നടത്തി. എവിടെയാണ് ഈ പിഴവ് ഉണ്ടായതിനെ സംബന്ധിച്ചും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച കാര്യം അധ്യാപകർ വടിയെടുത്ത കാലം മറന്നു. ഇന്ന് അധ്യാപകർ വടിയെടുത്താൽ തിരിച്ച് അവരെ തല്ലുന്ന കാലമാണ്. അതുമാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തടവി കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ആർക്കും ആരെയും പേടിയില്ലാത്തൊരവസ്ഥ. പേടി ഒരു പരിധിവരെ എല്ലാവർക്കും ആവശ്യമാണ്. അത് കുട്ടിക്കാലം മുതൽ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. പേടിച്ച് തന്നെ ജീവിക്കണം. കാര്യം പേടിക്കേണ്ടിടത്ത് പേടിക്കണം. അങ്ങനെ ഒരു പേടി വേണം. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും സ്വസ്ഥരായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നിയമസംഹിതകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷേ ഇന്ന് ആർക്കും എടുത്ത് അമ്മാനമാടാൻ വേണ്ടിയുള്ള കാര്യങ്ങളായി ഇതൊക്കെ മാറുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ വിപത്തുകൾ നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുന്നത്. എന്തായാലും ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് ഈ ഒരു ചർച്ച നിർത്താം. മുഖ്യമന്ത്രിക്കാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ. വീണ്ടും ഇനിയെങ്കിലും അങ്ങ് മറ്റ് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇത് സ്വന്തം മണ്ണിൻ്റെ കാര്യമാണെന്ന് ഓർത്തെങ്കിലും എന്തെങ്കിലും ഈ ഒരു സമയം റിയാക്ട് ചെയ്തില്ലെങ്കിൽ അങ്ങേക്ക് ഭരിക്കാൻ ഇങ്ങനെ ഒരു സംസ്ഥാനം പിന്നെ ഉണ്ടായെന്ന് വരില്ല. നമസ്കാരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.